നമസ്കാരം. എൻഫോ ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. കേച്ചേരി അക്കിക്കാവ് റോഡിൽ കുമ്പുഴ പാലത്തിനു സമീപം ബൊലേറോ ജീപ്പും കാറും കൂട്ടിയിടിച്ച് അപകടം. അതിരപ്പള്ളിയിൽ വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വനം മന്ത്രിയുടെ വാഹനത്തിന് മുൻപിലാണ് കാട്ടാന എത്തിയത്. ഗുരുവായൂർ ക്ഷേത്രനടയിലെ 32 വ്യാപാര സ്ഥാപനങ്ങൾ പാമ്പ് ഭീതിയിൽ. നാടൻ രുചി വൈവിധ്യങ്ങളുമായി തൃശൂരിൽ നടക്കുന്ന മാമ്പഴമേളയ്ക്ക് സ്വീകാര്യതയേറുന്നു. കാലാനുസൃതമായ ഒരു വലിയ മാറ്റത്തിന് തുടക്കമിട്ട് തൃശൂർ ജില്ലയിലെ വല്ലക്കുന്ന് സെന്റ് അൽഫോൺസ ക്രൈസ്തവ ദേവാലയം. വാർത്തകൾ വിശദമായി അറിയാം. കേച്ചേരി അക്കിക്കാവ് റോഡിൽ കുമ്പുഴ പാലത്തിന് സമീപം ബൊലേറോ ജീപ്പും കാറും കൂട്ടിയിടിച്ച് അപകടം. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കുറ്റിപ്പുറം അമ്പാല വീട്ടിൽ മുഹൈമീൻ മരണപ്പെട്ടു. കാലടി പ്രേക്ഷിതാരം കോൺവെന്റിലെ സിസ്റ്റർമാരും ഡ്രൈവറും ഉൾപ്പെടെ 5 പേർക്കും മറ്റൊരു കാറിലുണ്ടായിരുന്ന 3 പേർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കാലടി സ്വദേശി തിരുവനന്തപുരത്തിൽ വീട്ടിൽ ജോസഫിന്റെ മകൾ സിസ്റ്റർ സാലസ്, ഇടുക്കി രാജകുമാരി സ്വദേശി പന്തലക്കൽ വീട്ടിൽ ജോണിന്റെ മകൾ സിസ്റ്റർ ജെയിൻ ട്രീസ, എറണാകുളം കാഞ്ഞൂർ സ്വദേശി കുഴുപ്പുള്ളി വീട്ടിൽ ഔസേപ്പിന്റെ മകൾ സിസ്റ്റർ ജോസിറ്റ, കോഴിക്കോട് കുറ്റിയാടി സ്വദേശി കടത്തറക്കുന്നൽ വീട്ടിൽ ദേവസിയുടെ മകൾ സിസ്റ്റർ ടെസ്നി എന്നിവർക്കും ഇവർ സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവറായ കാലടി ചെങ്ങൽ സ്വദേശി അപ്പേരിയിൽ വീട്ടിൽ അബ്ദുള്ളയുടെ മകൻ സക്കീറിനുമാണ് പരിക്കേറ്റത്. ഇവർക്കു പുറമെ കുറ്റിപ്പുറം അമ്പാല വീട്ടിൽ മുഫള്ളി, ബാസിദ്, മജീദ് എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അപകടം നടന്നയുടനെ കേച്ചേരി ഹനീഫ ക്ലിനിക് ആംബുലൻസ് പ്രവർത്തകരും ആക്സിസ് ആംബുലൻസ് പ്രവർത്തകരും സ്ഥലത്തെത്തി പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും തൃശൂർ അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങളുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. അതിരപ്പള്ളിയിൽ വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വനം മന്ത്രി ഷിബു ബേബി ജോണിന്റെ വാഹനത്തിന് മുൻപിലാണ് കാട്ടാന എത്തിയത്. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച മോഹനന്റെ വീട് സന്ദർശിക്കാൻ എത്തിയതായിരുന്നു വനം മന്ത്രി. ചാർപ്പ ഭാഗത്ത് വെച്ചാണ് സംഭവം. ഇന്നലെ രാത്രി വാഴച്ചാൽ ഗസ്റ്റ് ഹൌസിൽ പോകും വഴിയാണ് കാട്ടാനയ്ക്ക് മുൻപിൽ മന്ത്രിയുടെ വാഹനം പെട്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ റോഡിൽ നിന്ന് തുരത്തിവിടുകയായിരുന്നു. ഈ മാസം 30-നാണ് പുലർച്ചെ വൈശ്ശേരി സ്വദേശി മോഹനനെ കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തിയത്. വീട്ടുപറമ്പിൽ കൃഷി നശിപ്പിക്കുന്നതിനിടെ ആനയെ ഓടിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം. ഉടനടി നാട്ടുകാർ മോഹനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രദേശത്ത് 1-ലധികം ആനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങിയതായാണ് വിവരം. ഗുരുവായൂർ ക്ഷേത്രനടയിലെ 32 വ്യാപാര സ്ഥാപനങ്ങൾ പാമ്പ് ഭീതിയിൽ. തെക്കേനടയിലെ വ്യാപാരികളും ജീവനക്കാരുമാണ് എപ്പോൾ വേണമെങ്കിലും പാമ്പ് കടിക്കാമെന്ന അവസ്ഥയിൽ ഭയത്തോടെ കഴിയുന്നത്. ക്ഷേത്രത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് വിഷപ്പാമ്പുകൾ ഉൾപ്പെടെയുള്ളവ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് നിരന്തരമായി എത്തുന്നത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് തെക്കേ നടയിലെ ഒരു കടയിലേക്ക് 7 അടിയോളം നീളമുള്ള വലിയൊരു ചേര പാഞ്ഞുകയറി. പിന്നീട് പാമ്പ് പിടുത്ത വിദഗ്ധർ സ്ഥലത്തെത്തി ഏറെ പ്രയത്നിച്ചാണ് ഇതിനെ പിടികൂടിയത്. പാമ്പ് ശല്യം കാരണം ദിവസം മുഴുവൻ കടയുടെ പുറത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. ജീവൻ പണയം വെച്ചാണ് ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ നിന്നുള്ള കരി, ആനകളുടെ തീറ്റയുടെ അവശിഷ്ടങ്ങൾ, മറ്റ് ജൈവ അജൈവ മാലിന്യങ്ങൾ എന്നിവ കൃത്യമായി സംസ്കരിക്കാതെ തെക്കേ നടയിൽ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. നിലവിൽ ഈ പ്രദേശം പൂർണ്ണമായും കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ്. ഇതാണ് പാമ്പുകൾ താവളമാക്കാൻ കാരണം. ഈ ഭാഗത്തെ കാടുകൾ വെട്ടിത്തെളിച്ച് മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഭക്തരും വ്യാപാരികളും ആവശ്യപ്പെടുന്നു. നാടൻ രുചി വൈവിധ്യങ്ങളുമായി തൃശൂരിൽ നടക്കുന്ന മാമ്പഴമേളയ്ക്ക് സ്വീകാര്യതയേറുന്നു. വിഷരഹിത മാമ്പഴങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാം എന്നതാണ് മേളയെ ശ്രദ്ധേയമാക്കുന്നത്. അൽഫോൺസ, മല്ലിക, മയൂരി, സിന്ദൂരം, റുമാനി, നീലം, ബദാമി, കാട്ടുപാതി തുടങ്ങി 40-ലധികം വ്യത്യസ്ത ഇനം മാമ്പഴങ്ങൾ. എല്ലാം രാസപദാർത്ഥങ്ങളോ മരുന്നുകളോ ഉപയോഗിക്കാതെ നാടൻ രീതിയിൽ പഴുപ്പിച്ചവ. പ്രിയൂര് തൊട്ട് 40-45 വെറൈറ്റി മാങ്ങകളുണ്ട്. ഏതിനം മാമ്പഴങ്ങളും കിലോയ്ക്ക് 80 രൂപ എന്ന ഏകീകൃത വിലയിൽ സ്വന്തമാക്കാമെന്നതാണ് മേളയുടെ പ്രധാന ആകർഷണം.
അൽഫോൺസ, മൽഗോവ, കാലാപ്പാടി, മല്ലിക എന്നിവയ്ക്ക് ഡിമാൻഡ് കൂടുതലാണ്. മാമ്പഴങ്ങൾക്ക് പുറമെ ചക്ക, ചാമ്പയ്ക്ക, കൊള്ളി, കടച്ചക്ക ഉൾപ്പെടെ മറ്റു കാർഷിക ഉൽപ്പന്നങ്ങളും മാമ്പഴ വിഭവങ്ങളായ മാമ്പഴ പുളിശ്ശേരി, മാമ്പഴ പായസം എന്നിവയും മേളയിൽ ലഭ്യമാണ്. മാമ്പഴക്കൂട്ടം കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകർ വിളവെടുത്ത മാമ്പഴങ്ങളാണ് മേളയിലുള്ളത്. ഇതിലൂടെ കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണനവും വിലയും ഉറപ്പാക്കാനും സാധിക്കുന്നുണ്ട്. തൃശൂർ KTDC യാത്രി നിവാസിൽ നടക്കുന്ന പ്രദർശന വിപണനമേള ചൊവ്വാഴ്ച സമാപിക്കും. കാലാനുസൃതമായ ഒരു വലിയ മാറ്റത്തിന് തുടക്കമിട്ട് തൃശൂർ ജില്ലയിലെ വല്ലക്കുന്ന് സെന്റ് അൽഫോൺസ ക്രൈസ്തവ ദേവാലയം. സെമിത്തേരി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം ഓടിയെത്തുക ഭീതിയുണർത്തുന്ന ഇരുണ്ട ഒരു അന്തരീക്ഷമായിരിക്കും. എന്നാൽ ആ പതിവ് കാഴ്ചകളിൽ നിന്നും ചിന്തകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി കാലാനുസൃതമായ ഒരു വലിയ മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് തൃശൂർ ജില്ലയിലെ ഒരു ക്രൈസ്തവ ദേവാലയം. പുതിയ കാലത്തെ സ്ഥലപരിമിതിക്കും അതോടൊപ്പം തന്നെ നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കുമുള്ള കൃത്യമായ ഒരു പരിഹാരമാണ് ഈ ദേവാലയം ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. ഇരിഞ്ഞാലക്കുട രൂപതയുടെ കീഴിലുള്ള വല്ലക്കുന്ന് സെന്റ് അൽഫോൺസ ദേവാലയത്തിലാണ് ഈ അപൂർവ കല്ലറകൾ ഒരുക്കിയിരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ ഒരു പാരിഷ് ഹാളോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളോ ഒക്കെയാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഈ ഇരുനില കെട്ടിടത്തിനുള്ളിലേക്ക് കയറിയാൽ കാണാൻ സാധിക്കുക സയന്റിഫിക് രീതിയിൽ നിർമ്മിച്ച സെൽ മോഡൽ കല്ലറകളാണ്. ഇരുനിലകളിലായി ഏകദേശം 6000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 388 കല്ലറകളാണ് ഈ കെട്ടിടത്തിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. ഏകദേശം 3 കോടി രൂപ ഇടവക ജനങ്ങൾ തന്നെ പിരിവിട്ടെടുത്തുകൊണ്ടാണ് ഈ അത്ഭുത നിർമ്മിതി പൂർത്തിയാക്കിയിരിക്കുന്നത്. കേരളത്തിലെ വിവിധ പള്ളികളിൽ സെമിത്തേരിയോട് ചേർന്ന് ഇത്തരം സെൽ കല്ലറകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേക കെട്ടിടം തന്നെ പണിത് അതിനുള്ളിൽ പൂർണ്ണമായും കല്ലറകൾ ഒരുക്കുന്നത് കേരളത്തിൽ ഇത് ആദ്യമായാണ്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 75 രൂപ കുറഞ്ഞു. ഗ്രാമിന് 14,320 രൂപ, പവന് 1,14,560 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. കേച്ചേരി അക്കിക്കാവ് റോഡിൽ കുമ്പുഴ പാലത്തിനു സമീപം ബൊലേറോ ജീപ്പും കാറും കൂട്ടിയിടിച്ച് അപകടം. അതിരപ്പള്ളിയിൽ വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വനം മന്ത്രിയുടെ വാഹനത്തിന് മുൻപിലാണ് കാട്ടാന എത്തിയത്. ഗുരുവായൂർ ക്ഷേത്രനടയിലെ 32 വ്യാപാര സ്ഥാപനങ്ങൾ പാമ്പ് ഭീതിയിൽ. നാടൻ രുചി വൈവിധ്യങ്ങളുമായി തൃശൂരിൽ നടക്കുന്ന മാമ്പഴമേളയ്ക്ക് സ്വീകാര്യതയേറുന്നു. കാലാനുസൃതമായ ഒരു വലിയ മാറ്റത്തിന് തുടക്കമിട്ട് തൃശൂർ ജില്ലയിലെ വല്ലക്കുന്ന് സെന്റ് അൽഫോൺസ ക്രൈസ്തവ ദേവാലയം. ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.